2023 റിലീസായ ലവ് സ്റ്റാർ എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സിയുവിനെ കാണിച്ചുകൊണ്ടാണ്. സിയു ഒരു കമ്പനിയുടെ സിഇഒ ആണ്. ഇപ്പൊ തന്നെ സിയു പോകുന്നത് ഡോങ് എന്ന ഒരാളെ കണ്ട് പുതിയ ചില ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഡോങ്ങിന്റെ സ്ഥലത്തേക്ക് എത്തുന്ന സിയു അവിടെ കണ്ടാൽ മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു AI റോബോട്ടിനെ കണ്ട് അന്തം വിട്ടു പോകുന്നു. ആക്ച്വലി അതൊരു AI റോബോട്ട് ആണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് സിയുവിനെ കണ്ടപാടെ വന്ന് അടുത്ത് തൊട്ടു നിന്ന് സംസാരിക്കുമ്പോഴാണ് അവൻ പെട്ടെന്ന് പാനിക് ആയി മാറുന്നത്. അത് കണ്ടെത്തുന്ന ഡോങ്ങാണ് ഇത് റൂയി 1 എന്ന് താൻ പേരിട്ടിരിക്കുന്ന ഒരു AI റോബോട്ട് ആണെന്ന കാര്യം പറയുന്നത്. അപ്പോഴാണ് സിയുവിന് സമാധാനം ആകുന്നത് തന്നെ. കാരണം സിയുവിന് ഒരു ട്രാജഡി കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുമൂലം മനുഷ്യർ അവനെ തൊട്ടു കഴിഞ്ഞാൽ അവൻ ആകെപ്പാടെ അസ്വസ്ഥനാവും. ശരീരത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അവന് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ പാനിക്കായി നിന്നപ്പോഴാണ് ഈ ഒരു AI റോബോട്ട് തൊട്ടപ്പോ തനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന കാര്യം അവൻ ഓർക്കുന്നത്. കൂടാതെ ഡോങ്ങും ഇത് മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യാൻ പാടുപെടുന്ന ആളുകളെ അസിസ്റ്റ് ചെയ്യാനായി താൻ പുതുതായി കണ്ടുപിടിച്ച AI റോബോട്ട് ആണെന്ന കാര്യവും കൂടി വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴാണ് സിയുവിന്റെ കയ്യിൽ അറിയാതെ ഡോഗിന്റെ കൈ തട്ടുന്നത്. അപ്പോഴേ അവൻ ആകെപ്പാടെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ശരീരം മൊത്തത്തിൽ വയ്യാണ്ടായി പാനിക് ആവുന്ന അവന് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവൻ കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോ ഡോങ് വേഗം തന്നെ തന്റെ സിസ്റ്ററായ ലെങ്ങിനെ വിളിക്കുന്നു. ലെങ് ഒരു നേഴ്സാണ്. വേഗം ലെങ്ങിന്റെ സഹായത്തോടെ സിയുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ അപ്പോഴും ബോധരഹിതനായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശ്വാസം കിട്ടാതെ പെടഞ്ഞ് അവന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ അവന് തന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ട കാർ ആക്സിഡന്റിന്റെ കാര്യമാണ് മനസ്സിലൂടെ വരുന്നത്. പെട്ടെന്ന് അത് കണ്ട് ഞെട്ടിയുണ്ടായിരുന്ന അവന് ബോധം വരുന്നു. ആൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇത് സിയുവിന്റെ ജീവിതത്തിലെ വലിയൊരു കുഴപ്പമാണ്. അവന്റെ ദേഹത്ത് ആര് തൊട്ടാലും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവൻ ഇതുപോലെ പാനിക് അറ്റാക്ക് വരും. അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തുന്ന സിയുവിനെ കാണാനായി അവന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്ന ഇപ്പോ ഇവർ നടത്തുന്ന കമ്പനിയിലെയും ഷെയർ ഹോൾഡറായ മിസ്റ്റർ ലൂ എത്തുന്നു. പേരൻസിന്റെ മരണത്തോടുകൂടി മേജറായി മാറിയ ശേഷം കമ്പനി നോക്കി നടത്തുന്ന സിയു ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കാരണം തന്നെ കമ്പനി നോക്കി നടത്താൻ കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞ് അവനെ ആ ഒരു കമ്പനിയുടെ ഉന്നത അധികാരത്തിൽ നിന്ന് മാറ്റാനായി ലൂ കഴിഞ്ഞ കുറെ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാതെ സിയു ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നു. ആക്ച്വലി തന്റെ പേരൻസിനെ തനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാർ ആക്സിഡന്റ് പോലും വെറും സാധാരണമല്ല. അത് കരുതിക്കൂട്ടി തന്റെ പേരൻസിനെ കൊന്ന് അധികാരം നേടിയെടുക്കാനായി മിസ്റ്റർ ലൂ കരുതിക്കൂട്ടി നടത്തിയതാണോ എന്ന് പോലും ഒരു സംശയം സിയുവിനുണ്ട്. പക്ഷെ അത് സാധൂകരിക്കാനായി അവന്റെ ഭാഗം തെളിവുകളൊന്നുമില്ല. അവൻ അതിനുവേണ്ടിയുള്ള തിരച്ചിലുമാണ്. അങ്ങനെ പിന്നീട് സിയു മുന്നേ അവൻ കണ്ട അവനെ തൊട്ടപ്പോ അലർജി ഫീൽ ചെയ്യാഞ്ഞ ആ ഒരു AI റോബോട്ടിനെ തന്റെ അടുത്തേക്ക് വിടാനായി ഡോങ്ങിന് മെസ്സേജ് അയക്കുന്നു. ആക്ച്വലി താൻ നിർമ്മിച്ച റോബോട്ടിനെ ഡോങ് സിയുവിന് നൽകുന്നതിലോടുകൂടി വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഡോങ്ങിന് ലഭിക്കുക. ഡോങ്ങിന്റെ റിസർച്ചിനൊക്കെ ഫണ്ട് ചെയ്യാനായി സിയുവിന് സാധിക്കും. സിയുവിനാകട്ടെ തന്റെ അന്വേഷണങ്ങൾക്കും കാര്യങ്ങൾക്കും തന്നെ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യാനായി തന്നെ തൊട്ടാൽ അലർജി വരാത്ത ഒരു AI റോബോട്ട് ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യവുമാണ്. എന്തായാലും ഈ ഒരു കാര്യം ഡോങ്ങിനെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അയാൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു റോബോട്ടില് ഒരു തകരാറ് വരുന്നു. തുടർന്ന് ഇനി എന്ത് ചെയ്യുന്നു? ഡോങ് ആകെ പ്രശ്നത്തിലാകുമ്പോ ഡോങ്ങിന്റെ സഹോദരി ലിങ് താൻ ആ റോബോട്ടായി വേഷം മാറി സിയുവിന്റെ അടുത്തേക്ക് പോകാം. അപ്പോഴേക്കും നീ ആ ഒരു റോബോട്ടിനെ റെഡിയാക്കി എന്നെ സിയു അറിയാതെ റീപ്ലേസ് ചെയ്താൽ മതി എന്ന് പറയുന്നു. തന്റെ സഹോദരിയെ ഒരു പ്രോട്ടോടൈപ്പ് ആയി നിർത്തിയാണ് അതേ രൂപസാദൃശ്യം വരുന്ന പോലെ ഒരു മാതൃകയിൽ ഡോങ് റോബോട്ടിനെ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഡോങ്ങിന് ഈ റോബോട്ടിനെ താൻ യഥാർത്ഥത്തിൽ റെഡിയാക്കുന്നത് വരെ തന്റെ സഹോദരി ഒന്ന് റീപ്ലേസ് ചെയ്താല് തനിക്ക് അത് വലിയ ഉപകാരമായിരിക്കും. സിയു റോബോട്ടിനെ ചോദിക്കുമ്പോഴേ അത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാതിരുന്ന പിന്നെ തനിക്ക് സിയു മുഖാന്തരം ബിസിനസ് ഒന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി ഡോങ്ങും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു റോബോട്ടായി സിയുവിന്റെ അടുത്തേക്ക് തന്റെ സഹോദരിയായ ലെങ്ങിനെ പറഞ്ഞു വിടുകയാണ് ഡോങ്. സിയുവിന്റെ മുന്നിൽ റോബോട്ടായി അയാൾ പറയുന്ന ടാസ്കുകളൊക്കെ പെർഫോം ചെയ്ത് കാണിക്കുന്നുണ്ട് ലെങ്. അതുകൊണ്ട് തന്നെ സിയുവിന് ഡൗട്ട് ഒന്നും തന്നെ തോന്നുന്നില്ല. ആ ഒരു ടീമാണ് സിയുവിന് ഈ ഉള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ മറ്റുള്ളവരെ അറിയിച്ച് അവന് കമ്പനിയുടെ ഉന്നത പദവിയിൽ നിന്ന് മാറ്റാനായി മിസ്റ്റർ ലൂ കമ്പനിയിൽ ഒരു മീറ്റിംഗ് രഹസ്യമായി നടത്തുന്നു എന്ന കാര്യം സിയു തന്റെ സ്റ്റാഫ് വഴി അറിയുന്നത്. ഉടനെ തന്നെ അവൻ ലെങ്ങിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. നീ എന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കണം. നീ ഒരു റോബോട്ട് ആണ് എന്നത് ആർക്കും തോന്നരുത്. അതുവഴി ഒരു മനുഷ്യനായ നിന്നെ തൊടുന്ന എനിക്ക് അല്ലെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന എനിക്ക് ഒരു അലർജി ഇല്ല എന്നത് അവരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കണം എന്നതൊക്കെ പറഞ്ഞാണ് മീറ്റിംഗിന്റെ അവിടേക്ക് തന്റെ റോബോട്ടിനെയും കൂട്ടി സിയു പോകുന്നത്. അങ്ങനെ അവിടേക്ക് എത്തുന്ന സിയു ലെങ്ങിന്റെ കൂടെ നിന്ന് ലൂ അടക്കമുള്ള എല്ലാവരെയും
എല്ലാവരെയും അമ്പരിപ്പിക്കുന്നു. ലൂ സിയുവിന്റെ അസുഖത്തെ പറ്റി പറഞ്ഞ് മറ്റുള്ളവരെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സിയുവിന്റെ വരവ്. അതോടുകൂടി ലൂവിന്റെ പദ്ധതികൾ ആകെ പൊളിയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സിയുവിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം അറിയാവുന്ന ലൂ ഇതിനകത്ത് ഡൗട്ട് അടിച്ച് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, ആരാണ് അവരുടെ കൂടെയുള്ള പെണ്ണ് എന്നതൊക്കെ അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അതിനുശേഷം ലൂവിനെ തറ പറ്റിച്ച സന്തോഷത്തിൽ തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് തന്റെ റോബോട്ടുമായി സിയു എത്തുന്നു. ഈ റോബോട്ട് യഥാർത്ഥ ഒരു മനുഷ്യ പെൺകുട്ടിയായ ലെങ് ആണല്ലോ. അവൾക്കാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് വയ്യ. പക്ഷെ റോബോട്ട് എന്ത് കാര്യത്തിനും ബാത്റൂമിൽ പോകുന്നു പറയും. അതുകൊണ്ട് തന്നെ അവള് പേടാ പാടുപെടുന്നുണ്ട്. പലപ്പോഴും സിയുവിന്റെ കണ്ണു വെട്ടിച്ച് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ആകെ തത്തിക്കളിച്ച് നിൽക്കുമ്പോഴാണ് കാല് തെറ്റി പൂളിലേക്ക് വീഴുന്നത്. തന്റെ റോബോട്ട് പൂളിൽ വീഴുന്നത് കണ്ട് സിയു വെപ്രാളം പിടിച്ച് പൂളിലേക്ക് ചാടി അതിനെ കരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവന് ഈ റോബോട്ടിന് വല്ലതും പറ്റുമോ, അതോ ഇത് അഡ്വാൻസ്ഡ് റോബോട്ട് ആയതുകൊണ്ട് ഇതിന് വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ലയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോ പൂളിൽ വീണത് നന്നായി, അതുകൊണ്ട് ആ തക്കത്തിന് കാര്യം സാധിച്ചല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ലെങ്ങും. അങ്ങനെ ഇവിടെ രസകരമായി കാര്യങ്ങൾ നടക്കുമ്പോ സിയുനെ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ വാങ് വിളിക്കുന്നുണ്ട്. ഈ വാങ് ഇവന്റെ പറഞ്ഞ പോലെ ബാല്യകാല സുഹൃത്ത് എന്നതിനും അപ്പുറം സിയുനെ തറ പറ്റിക്കാനായി നടക്കുന്ന മിസ്റ്റർ ലൂവിന്റെ മകളും കൂടിയാണ്. അങ്ങനെ വാങ്ങിനെ കാണാനായി സിയു പോകുന്ന ആ ഒരു സമയത്താണ് തന്റെ സഹോദരി ഒരു റോബോട്ടായി അഭിനയിക്കാൻ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ മോണിറ്റർ ചെയ്യാനായി ഒരു ഡിവൈസും അവളുടെ കൂടെ തന്നെ ഡോങ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിവൈസ് വഴി ലെങ് ആകെ നനഞ്ഞു കുളിച്ച പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഡോങ് വേഗം സിയു ഇല്ലാത്ത തക്കത്തിന് അവളെ കാണാനായി ചെല്ലുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഡോങ്ങിന് സമാധാനം ആവുന്നത്. കൂടാതെ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ലെങ്ങിനോട് ചോദിച്ചും മനസ്സിലാക്കുന്നു. കാരണം ആദ്യമായിട്ട് സിയുവിന്റെ കൂടെ ഒരു റോബോട്ടായി ലെങ് അഭിനയിച്ച ദിവസമാണല്ലോ അന്ന്. ഇതേ ടീം വാങ് ആവശ്യപ്പെട്ടത് പ്രകാരം അവളെ ഒരു കഫേയിൽ വെച്ച് സിയു കാണുമ്പോൾ അവൾ ഒരു റിംഗ് എടുത്ത് സിയുവിനെ പ്രപ്പോസ് ചെയ്യുന്നു. നമുക്ക് 10 വയസ്സുള്ളപ്പോ നമ്മളെ വിവാഹം കഴിക്കാനായി തീരുമാനിച്ചതാണ്, നീ എനിക്ക് വാക്ക് തന്നതാണെന്നെല്ലാം വാങ് പറയുമ്പോ എന്തായാലും ഇപ്പൊ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല. എന്റെ മാതാപിതാക്കളുടെ കൊലയാളിയെ കണ്ടെത്തുന്നത് വരെ എനിക്ക് വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് സിയു തീർത്തു പറയുന്നു. ആകെ നിരാശയിലെത്തുന്ന വാങ് വീട്ടിലെത്തി തന്റെ അച്ഛനോട് സിയു തന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു എന്നും എങ്ങനെയും അവനെ വളച്ചെടുക്കാനായി അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് പറഞ്ഞു തരണമെന്നും ആവശ്യപ്പെടുന്നു. പിന്നെന്താ, മോക്ക് എത്ര ഐഡിയ വേണേലും അച്ഛൻ പറഞ്ഞു തരാലോ എന്നായിരുന്നു മിസ്റ്റർ ലൂവിന്റെ മറുപടി. അങ്ങനെ പിന്നീട് തന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന സിയു കഥക് തുറക്കുമ്പോഴേ നല്ല പുക അടിച്ചു കയറുന്നുണ്ട്. അയ്യോ, വീട്ടിലെ തീ പിടിച്ചോന്ന് പേടിച്ച് അവനകത്തേക്ക് ചെല്ലുമ്പോൾ തന്റെ റോബോട്ട് കുക്ക് ചെയ്ത് നിൽക്കുന്നതും അവിടെ റോബോട്ടിനെ നിർമ്മിച്ച ഡോങ്ങിനെയും കാണുന്നു. ഇതെന്താ ഡോങ് താൻ വിളിക്കാതെ ഇവിടേക്ക് വന്നതെന്ന് സിയു ചിന്തിക്കുമ്പോ അത് പിന്നെ സാറിന് വേണ്ടി കുക്കിങ്ങിന്റെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് തരാനായി ഞാനാണ് എന്റെ ഈ ക്രിയേറ്ററിനെ കോണ്ടാക്ട് ചെയ്തതെന്ന് ലെങ് തട്ടിവിടുമ്പോ അത് സിയു വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് തന്റെ സഹോദരിയെ ഒരു റോബോട്ട് എന്ന് കണക്കാക്കി സിയു ഇടയ്ക്ക് തൊടുന്നതൊക്കെ ഡോങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തൊട്ടാൽ അലർജി വരുമെന്ന പേടിയുണ്ട്. രണ്ടാമത് തന്റെ സഹോദരിയാണല്ലോ, അങ്ങനെ ഇവൻ തൊടേണ്ട കാര്യം എന്താ എന്നാണ് അവൻ ചിന്തിക്കുന്നതെങ്കിലും എന്തുകൊണ്ടോ ലെങ്ങിനെ തൊടുമ്പോ സിയുവിന് അലർജി വരുന്നില്ല. കൂടാതെ തൊടേണ്ടത് ഡോങ് പറയുമ്പോ എന്താ ഇത് എന്റെ റോബോട്ടല്ല, പിന്നെ ഞാൻ തൊട്ട കുഴപ്പം എന്താണെന്നായിരുന്നു സിയുവിന്റെ ചോദ്യം. അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് ഡോങ് ഒന്നും മിണ്ടാതിരിക്കുന്നു. അങ്ങനെ പിന്നീട് പോകുന്നതിന് മുന്നേ ഡോങ് സിയു കാണാതെ തന്റെ സഹോദരിയോട് നോക്കിയും കണ്ടും സൂക്ഷിച്ചൊക്കെ നിൽക്കണേ എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടാണ് പോകുന്നത്. അന്ന് രാത്രി ഉറങ്ങുന്ന സിയു ഇടയ്ക്ക് എന്തോ ഒരു ശബ്ദം കേട്ടുണ്ടായിരുന്നു. അത് ബാത്റൂമില് വെള്ളം പോകുന്ന ശബ്ദമാണെന്ന് മനസ്സിലാക്കുന്ന അവൻ നൈസായി അവിടെ ചെന്ന് നോക്കുമ്പോൾ ആകെ ഷോക്കാവുന്നു. കാരണം തന്റെ റോബോട്ട് കുളിക്കാനായി ഒരുങ്ങുന്നതാണ് അവൻ കാണുന്നത്. ഇത് കണ്ടവൻ ഞെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ലെങ് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിലും അവളുടെ ശരീരത്ത് ഇടഭാഗത്ത് അപ്പോഴും ആ റോബോട്ടിന്റെ ശരീരം കണക്ക് വസ്ത്രം അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പിന്നെ ഞാനൊരു AI റോബോട്ട് ആയതുകൊണ്ട് തന്നെ മനുഷ്യരെ പോലെ കുളിക്കുന്നതൊക്കെ ഞങ്ങളുടെ സെൽഫ് ക്ലീനിങ് പ്രോസസ്സിന്റെ ഭാഗമാണ്, അതിലൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല, യാതൊരു ഡാമേജും വരില്ല എന്നൊക്കെ പിടിച്ചു നിൽക്കുന്നു. അവളുടെ ശരീരം കണ്ടാൽ ആ ഒരു ഇടഭാഗത്ത് റോബോട്ടിന്റെ കണക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ ഡൗട്ട് തോന്നാതെ സിയുവും അത് വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം തന്റെ റോബോട്ടിനെ കാണുമ്പോ സിയുന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. അവൻ ആ ബാത്റൂമിൽ ആ സീനാണ് ഓർമ്മ വരുന്നത്. ഇവനാകെ വെപ്രാളം പിടിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റി സാറെന്ന് ചോദിക്കുമ്പോ അവനെ ഒന്നുമില്ല എന്ന് മറച്ചു വെക്കുന്നു. അങ്ങനെ ഇരിക്കെ സിയുവിന്റെ വീട്ടിലേക്ക് എത്തുന്ന വാങ് അവിടെ നമ്മുടെ ഈ റോബോട്ടിനെ കണ്ട് അത് റോബോട്ട് ആണ് എന്ന് മനസ്സിലാവാതെ ഏത് ഈ പെണ്ണെന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുമ്പോ ഇത് തന്റെ അസിസ്റ്റന്റ് ആണെന്ന് സിയു പറയുന്നു. തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ഇവര് തമ്മിലെ റിലേഷനിലാണോ, തന്നോട് അസിസ്റ്റന്റ് ആണെന്ന് വെറുതെ കള്ളം പറയാണോ എന്നൊക്കെ ഡൗട്ട് വരുന്ന അവൾ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സിയുന്റെ വീട് സന്ദർശിക്കാൻ തുടങ്ങുന്നു. തക്കം കിട്ടുമ്പോ സിയു തന്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ലെങ്ങിനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ അവൾ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമാണ് യാദൃശികമായി കഴുത്തിൽ ഒരു ബട്ടൺ വാങ് ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോ ഇത് യഥാർത്ഥ മനുഷ്യനല്ലയോ എന്തോ ഇതെന്നൊരു ഡൗട്ടില് വാങ് ആ ബട്ടണിൽ പ്രസ് ചെയ്യാൻ പോകുമ്പോ പെട്ടെന്ന് അത് കാണുന്ന സിയു അവളുടെ കൈ തട്ടുന്നു. അവളുടെ കയ്യിൽ തട്ടാൻ വേണ്ടി സ്പർശിക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവന് പാനിക് അറ്റാക്ക് വരികയും അവനാകെ അവളെ തൊട്ടത് കൊണ്ട് ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു ടീം പെട്ടെന്ന് തന്നെ വാങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകേണ്ടി വന്നത് വാങ്ങിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പൊ താൻ വിചാരിച്ചതുപോലെ അവര് ലീവിംഗ് ടുഗദർ ഒന്നും അല്ല.
അല്ല, അത് ഗേൾ ഫ്രണ്ടും അല്ല, അത് ജസ്റ്റ് ഒരു റോബോട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോ അവൾക്ക് നല്ല സന്തോഷമാവുന്നു. ഇതേ ടീം ആകെ പാനിക് അറ്റാക്ക് വന്ന ജിയോനെ കൂടെ ഇരുന്ന് ലെങ്ങാണ് പരിചരിക്കുന്നത്. ഓൾറെഡി അവളൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവനാകെ ശരീരം വയ്യാണ്ടാവുമ്പോ എന്ത് ചെയ്ത് പരിചരിക്കണമെന്നും അവൾക്ക് നന്നായി അറിയാം. അപ്പോഴും അവൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവൻ തന്നെ ടച്ച് ചെയ്യുമ്പോ ഇതുപോലെ ഒരു പാനിക് അറ്റാക്ക് അവന് വരാത്തതെന്ന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയോ തന്റെ റോബോട്ടിനോട് താൻ മിസ്റ്റർ ലൂവും വാങ്ങും ക്ഷണിച്ചത് പ്രകാരം അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്നും താൻ അവരെ സംസാരിച്ച് ശ്രദ്ധ തിരിക്കുന്ന സമയം നീ അവിടെ എന്റെ അച്ഛന്റെ അമ്മയുടെ മരണത്തിൽ ഈ ലൂവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യണമെന്നും ഏൽപ്പിക്കുന്നു. അങ്ങനെ ലൂവിന്റെ വീട്ടിലേക്ക് ജിയോ ചെല്ലുന്നുണ്ട്. ആ ഒരു ടീം പറഞ്ഞതുപോലെ അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റോബോട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നു. ആ ഒരു സമയം അവിടേക്ക് എത്തുന്ന വാങ് റോബോട്ടിനോട് സംസാരിക്കുകയാണ്. ഞാനൊരു റോബോട്ടാണെന്ന രീതിയിൽ തന്നെ അവൾ ആദ്യം സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വാങ് ലെങ്ങിനെ ഞെട്ടിക്കുന്നു. കാരണം നീ ഒരു റോബോട്ടാണെന്ന് മുന്നേ നിന്നെ കണ്ടപ്പോൾ ഡൗട്ട് തോന്നി ഞാൻ വിശദമായി അന്വേഷിച്ചു. ആ ഒരു സമയം ഇടയ്ക്കിടയ്ക്ക് ഡോങ് ജിയോന്റെ വീട്ടിൽ വന്ന് പോകുന്നത് അറിഞ്ഞ് ഞാൻ ഡോങ്ങിനെ പറ്റി അന്വേഷിച്ചപ്പോ അയാൾ ഇതുപോലെ റോബോട്ടിനെ നിർമ്മിക്കുന്നു എന്ന കാര്യം അറിഞ്ഞു. അങ്ങനെ അയാളുടെ ലാബിൽ ഞാൻ ചെന്നപ്പോ നിന്റെ കണക്ക് തന്നെയുള്ള ഒരു റോബോട്ടിനെ ഞാൻ കണ്ടു. ആദ്യം ഒരേ മോഡലിലെ 2 റോബോട്ടിനെ നിർമ്മിച്ചു. ഒരെണ്ണത്തിനെ ജിയോന്റെ വീട്ടിൽ വിട്ടു, അത് മെയിന്റനൻസിന് വരുമ്പോ ഇതിനെ തിരിച്ചു വിടും എന്തെങ്കിലുമൊക്കെ നിന്റെ ചേട്ടൻ ഡോങ് എന്നോട് പച്ചക്കള്ളം പറഞ്ഞെങ്കിലും എടുത്തിട്ടൊന്ന് കുടഞ്ഞപ്പോ ജിയോന് കൊടുക്കേണ്ട റോബോട്ട് കംപ്ലൈന്റ് ആയ ടീം തന്റെ സഹോദരി അങ്ങോട്ടേ പറഞ്ഞു വിട്ടതാണ്. സഹോദരിക്കും റോബോട്ടിനും ഒരേ മുഖഷേപ്പ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നെല്ലാം നിന്റെ സഹോദരൻ എന്നോട് വെളിപ്പെടുത്തി. അതുകൊണ്ട് നീ ഇനി കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട. പിന്നെ എനിക്ക് നിന്നെ താക്കീത് ചെയ്യാനായിട്ടുള്ളത് റോബോട്ടായി നിന്ന് ജിയോന്റെ മനസ്സിൽ കയറി പറ്റുകയോ ജിയോനെ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയോ വേണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജിയോ എന്റേതാണെന്ന് വാങ് പറയുമ്പോ അതിന് തനിക്ക് ജിയോനെ വിവാഹം ചെയ്യുക എന്ന യാതൊരു ഉദ്ദേശവും ഇല്ലെന്നും തന്റെ ചേട്ടന് വേണ്ടി താനൊന്ന് ആൾമാറാട്ടം നടത്തി എന്നതേ ഉള്ളൂവെന്നും ലിംഗ് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ച് ജിയോ ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ജിയോനെ മിസ്റ്റർ ലൂ അപ്പോഴേക്കും ഡ്രിങ്ക്സ് അടുപ്പിച്ച് ഫിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. തന്റെ റോബോട്ടിന് തെളിവ് ശേഖരിക്കാൻ സമയം നൽകാനായി ലൂവിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അയാൾ പറഞ്ഞതുപോലെ ജിയോ ഡ്രിങ്ക്സ് അടിക്കുകയും ചെയ്തു. അങ്ങനെ ആകെ ഫിറ്റായ ജിയോനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ലെങ് പോകുന്നുണ്ട്. വീട്ടിലെത്തി കഴിയുമ്പോ ഫിറ്റായ ജിയോ ഓർക്കാപ്പുറത്ത് അവളെ കിസ് അടിക്കുന്നു. അവൻ ബോധമില്ലാതെ അത് ചെയ്തതാണെങ്കിലും അവൾക്ക് അത് നല്ല ബോധം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ആകെപ്പാടെ ഒരു ചാഞ്ചാട്ടം. പിന്നീട് അവനെ കാണുമ്പോ അവനോട് ഒരു വല്ലാത്ത അട്രാക്ഷൻ അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയം തന്നെ റോബോട്ട് ശരിയായിട്ടുണ്ട്, നീങ്ങ് തിരിച്ചു പോരെ എന്ന രീതിയിൽ ഡോങ്ങിന്റെ മെസ്സേജും അവൾക്ക് ലഭിക്കുന്നു. അവളുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോ ജിയോനോട് വലിയ ഇഷ്ടം, പക്ഷെ തിരിച്ചു പോകേണ്ട സമയവുമായി ഇനി എന്ത് ചെയ്യുമെന്ന് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തായാലും ഇനി ഒരു ദിവസം കൂടി നീ ഇവിടെ നിന്നോ, അതിനോടകം യഥാർത്ഥ റോബോട്ടിനെ ഞാൻ അവിടെ റീപ്ലേസ് ചെയ്തേക്കാമെന്ന് ഡോങ്ങിന്റെ മെസ്സേജ് അല്ലെങ്കിൽ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇതേ ടീം ഒരു മനുഷ്യ പെൺകുട്ടി, പ്രത്യേകിച്ച് ഡോങ്ങിന്റെ സഹോദരി തന്നെ ഒരു റോബോട്ടായി ജിയോന്റെ അടുത്തുള്ളതിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനായി അതിനെപ്പറ്റി ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്ന വാങ് ഡോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഒരു ടീം അബദ്ധവശാൽ രണ്ടുപേരുടെയും കയ്യിൽ പശ വെച്ച് ഒട്ടിപ്പോവുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ കൈ സെപ്പറേറ്റ് ചെയ്യാനായി ആ ടീം സാധിക്കുന്നില്ല. അപ്പോഴേക്കും മറുവശത്ത് ജിയോ കഴിഞ്ഞ ദിവസം മിസ്റ്റർ ലൂവിന്റെ വീട്ടിൽ പോയി തിരിച്ചാകെ മദ്യപിച്ചാണല്ലോ വന്നത്. അവൻ എന്തായാലും അന്ന് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ ഡീറ്റെയിൽസ് അവന്റെ റോബോട്ട് ശേഖരിച്ചു എന്നത് അറിയാനായി റോബോട്ടിന്റെ ശരീരത്തിൽ അവൻ ഘടിപ്പിച്ചിരുന്ന ഒരു ചെറിയ റെക്കോർഡിംഗ് ഡിവൈസ് ഇപ്പൊ പരിശോധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കാര്യം പോലും നമ്മുടെ ലെങ്ങിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഇപ്പൊ പരിശോധിക്കുന്ന ജിയോ അതിൽ ലെങ്ങും വാങ്ങും സംസാരിക്കുന്നതും ഇവളൊരു റോബോട്ട് അല്ല, മനുഷ്യ പെൺകുട്ടിയാണ്, സയന്റിസ്റ്റ് ആയ ഡോങ്ങിന്റെ സഹോദരിയാണ് എന്ന കാര്യങ്ങൾ അറിഞ്ഞ് അവൻ ആകെ ഷോക്കാവുന്നു. അങ്ങനെ ഒരു ആവശ്യത്തിന് ജിയോ അറിയാതെ അവന്റെ വീട്ടിലുള്ള തന്റെ സഹോദരിയെ കാണാൻ ഈ ഡോങ്ങിന് വരേണ്ടി വരുമ്പോ കൂടെ വാങ്ങും വരുന്നു. കാരണം ഇവരുടെ കൈ ഇപ്പോ സയാമീസ് ഇരട്ടകളെ പോലെ ആകെപ്പാടെ ഒട്ടിയിരിക്കുകയാണ്. കൂടെ താൻ റെഡിയാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ആ റോബോട്ടിനെയും ഡോങ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജിയോന്റെ വരവ്. ജിയോ അങ്ങനെ ഓൾറെഡി ഈ ഒരു സത്യം അറിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിലും കൂടെ ഈ റോബോട്ടിനെയും കൂടി നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ കയ്യോടെ കള്ളം പൊക്കുന്നു. അങ്ങനെ ഇവരോട് ആകെപ്പാടെ ദേഷ്യപ്പെട്ടവൻ ഇവരെല്ലാവരെയും തന്നെ പറ്റിച്ച ഫ്രോഡ് എന്നെല്ലാം കുറ്റപ്പെടുത്തി നേരെ പോകുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ടാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു റോബോട്ട് അല്ലാത്ത അല്ലെങ്കിൽ പലതവണ ടച്ച് ചെയ്തിട്ടും തനിക്ക് ആ ഒരു അലർജിയോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടോ ആ ഒരു ടൈം ഫീൽ ആവാഞ്ഞത് എന്ന് അവൻ ചോദിക്കുമ്പോ ഇതെല്ലാം ജിയോന്റെ മനസ്സിന്റെ പ്രശ്നമായിരുന്നു എന്നതായിരുന്നു സൈക്കോളജിസ്റ്റ് അവന് നൽകിയ മറുപടി. കാരണം മനുഷ്യനെ ടച്ച് ചെയ്യുമ്പോൾ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആകെപ്പാടെ വെപ്രാളത്തിൽ പാനിക് ആവുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അതൊരു റോബോട്ട് ആണെന്ന് തെറ്റിദ്ധരിച്ച് തൊട്ടപ്പോ അവന് വരാഞ്ഞത് അവന്റെ മനസ്സിൽ അയ്യോ ഞാനൊരു മനുഷ്യനെ തൊടാൻ പോകുന്നു, എനിക്കിനി ഇതുമൂലം പ്രശ്നം ഉണ്ടാകും എന്ന ഒരു തോന്നൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതെല്ലാം വളരെ അറ്റൻഷനോടെ ജിയോ കേട്ട് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും ഒരു ഹോസ്പിറ്റലിൽ പോയി ആകെ പശ വെച്ച് ഒട്ടിക്കോളമായിരുന്ന തങ്ങളുടെ കൈകള് ഡോങ്ങും
വാങ്ങും സെപ്പറേറ്റ് ചെയ്യുന്നു. സത്യത്തില് കൈ ഇങ്ങനെ ഒട്ടിയിരുന്നത് കൊണ്ട് അത് സെപ്പറേറ്റ് ആവുന്നത് വരെ രണ്ടുപേർക്ക് മനസമാധാനത്തിയൊന്നും ബാത്റൂമിൽ പോകാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ സെപ്പറേറ്റ് ആവുമ്പോഴാണ് രണ്ടുപേർക്കും സമാധാനമാകുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണ് തന്റെ സഹായിയായ ആ ഒരു അങ്കിളിന് ചില കടക്കാരുടെ ഭാഗത്തുനിന്നും പ്രശ്നം ഉണ്ടായി. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടി. അങ്കിൾ ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന കാര്യം സിയു അറിയുന്നത്. സിയു ഈ കടത്തിന്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അറിഞ്ഞെങ്കിൽ ഓൾറെഡി സഹായിച്ചിട്ടുണ്ട്. കാരണം ഇവന് വലിയൊരു സഹായിയാണ് ഈ അങ്കിൾ. ഇപ്പൊ അങ്കിളിനെ ചെന്ന് കാണുന്ന അവൻ സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുന്ന ലെങ്ങിനെ കാണുന്നു. ലെങ് സിയുവിനെ കണ്ട് സംസാരിക്കാൻ വരുമ്പോ എന്നോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, നമ്മൾ തമ്മിലുള്ള സംസാരവും പരിചയവും എല്ലാം നീ ഒരു റോബോട്ടാണ് എന്ന ധാരണയിലായിരുന്നു. ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ഒരു റോബോട്ടാണെന്ന് വിചാരിച്ച് മാത്രമാണ്. അതിനപ്പുറം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമോ പരിചയമോ ഒന്നുമില്ല. എന്നോട് നീയൊക്കെ ചെയ്തത് വലിയ ചതിയാണെന്നും പറഞ്ഞ് സിയു പോകുമ്പോ വല്ലാത്ത സങ്കടം ലെങ്ങിനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് സിയുന് അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അവളുടെ കൂടെ ഒന്നിച്ച് ഫുഡ് കഴിച്ചതും ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ ഓർത്ത് അവന് ഉറങ്ങാൻ പറ്റാതെ നല്ല തണുപ്പുള്ള വെളുപ്പംകാലം മുറ്റത്തോടെ നടന്ന് അവൻ ആകെപ്പാടെ കോൾഡ് പിടിക്കുന്നു. ഇതേ ടീം റോബോട്ട് ആയിരുന്ന സമയം സിയുവിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും അവൾ അത് കയ്യിൽ കെട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആവുന്നതൊക്കെ അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആകെപ്പാടെ പാനിക് ആവുന്ന അവൾ അവന്റെ താമസ സ്ഥലത്തേക്ക് ചെന്ന് അവന് മെഡിസിൻ ഒക്കെ കൊടുത്ത് ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നീട് രണ്ടും കൽപ്പിച്ച് തന്റെ ബ്രദറിനോട് സിയുവിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ തുറന്നു പറയുമ്പോൾ ഡോങ് തന്റെ സഹോദരിയുടെ ഇഷ്ടം എങ്ങനെയും നടത്തി കൊടുക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെ അവോയ്ഡ് ചെയ്യുന്ന സിയുവിനെ ചെന്ന് കണ്ട് ഒരുവിധം അവനുമായി സംസാരിക്കാനുള്ള ഒരു അവസരം നേടിയെടുക്കാനായി ഡോങ്ങിന് സാധിക്കുന്നു. ആ ഒരു ടീം അറിഞ്ഞുകൊണ്ട് പറ്റിക്കാനായി ചെയ്തതല്ലെന്നും സാഹചര്യം ഇതായിരുന്നു എന്നും അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോങ് വിശദീകരിക്കുമ്പോൾ മനുഷ്യപ്പറ്റുള്ള സിയുവിന് മനസ്സ് മാറുന്നു. അവന് വളരെ കെയർ ചെയ്ത് ഇപ്പൊ വയ്യാതെ വന്നപ്പോ പോലും അവനെ വന്ന് പരിചരിക്കേണ്ട ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും അവന്റെ വയ്യാഴിക മനസ്സിലാക്കി അവനെ കെയർ ചെയ്ത് ഓടിയെത്തി അവനെ പരിചരിച്ച ലെങ്ങിനെ ചെന്ന് കണ്ട് നന്ദി പറയാനായി പോകുമ്പോ അവൾ ഒരു പ്രശ്നത്തിൽ പെട്ട അവസ്ഥയിലായിരുന്നു. അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടീം ഒരാൾ അവളുടെ ബാഗ് തട്ടിയെടുക്കാനായി കത്തി കാട്ടി ശ്രമിക്കുമ്പോഴാണ് സിയു അവിടേക്ക് എത്തുന്നത്. അവൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവളെ രക്ഷിക്കുന്നു. തുടർന്ന് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് മനസ്സിലുള്ള എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും മാറ്റി അവരുടെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയുന്നു. രണ്ടുപേർക്കും ഇപ്പൊ പരസ്പരം പ്രണയമാണെന്ന് അറിയാം. അവർ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞ് അങ്ങനെ അവിടെ ഹാപ്പി ആയിരിക്കുന്നു. ഈ ഒരു സമയം തന്റെ അച്ഛന്റെയും അമ്മയുടെ മരണത്തെ പറ്റിയും അതിൽ തനിക്കുള്ള സംശയങ്ങളെ പറ്റിയും അതിന്റെ അന്വേഷണത്തിലാണ് താനെന്ന കാര്യത്തെ പറ്റിയും എല്ലാം സിയു പറയുമ്പോ ഇതിന് തന്റെ എല്ലാവിധ സഹായവും അവൾ ഓഫർ ചെയ്യുന്നു. അപ്പോഴേക്കും സിയുവിന്റെ പുറകെ നടന്ന് അവനെ വളച്ചെടുക്കാനായി നോക്കി വാങ്ങിന് മടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അതായത് 10 വയസ്സെങ്ങാണ്ടുള്ളപ്പോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ആ വാക്കിന്റെ പുറത്ത് അവൾ ഇത്രയും നാള് ഇങ്ങനെ കാട്ടിക്കൂട്ടിയതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നവൾ അവന്റെ പുറകെയുള്ള നടത്തം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ താൻ വിചാരിച്ചതുപോലെ മിസ്റ്റർ ലു അല്ല തന്റെ മാതാപിതാക്കളുടെ മരണത്തിന് ഉത്തരവാദിയെന്നും തന്റെ സഹായിയായി സന്തത സഹചാരിയായി കൂടെയുള്ള ആ ഒരു അങ്കിളാണെന്ന കാര്യവും സിയു കണ്ടെത്തുന്നു. തുടർന്ന് അവൻ അങ്കിളിന് തക്കതായ ശിക്ഷ വാങ്ങി നൽകുന്നു. അതിനുശേഷം മിസ്റ്റർ ലൂവിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് തന്റെ മാതാപിതാക്കളുടെ കൊലപാതകി എന്ന് പലപ്പോഴും മുദ്ര കുത്തി സംസാരിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. ലൂ ആ ഒരു കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും പലപ്പോഴും സിയു കേപ്പബിൾ അല്ല എന്ന് തോന്നി അവനെ ആ ഒരു കമ്പനിയുടെ ഉന്നത സ്ഥാനത്ത് നിന്ന് മാറ്റി അധികാരം കൈയടക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവൻ കേപ്പബിൾ അല്ല എന്ന തോന്നലിന്റെ പുറത്ത് കമ്പനിയുടെ നന്മയെ ഓർത്തിട്ടാണ് എന്നതൊക്കെ ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. പക്ഷെ ആ ഒരു ധാരണ തെറ്റാണെന്ന് കാട്ടിക്കൊടുക്കാനും താനാണ് കമ്പനി നോക്കി നടത്താൻ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആളെന്ന് ലൂവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനും സിയുന് തുടർന്നുള്ള ദിവസങ്ങളിൽ സാധിക്കുന്നു. അങ്ങനെ മുന്നേ ഡോങ്ങിനോട് പറഞ്ഞ പോലെ തന്നെ തന്റെ കമ്പനി AI റോബോട്ടുകളുടെ റിസർച്ചിന് ഫണ്ട് ചെയ്യാൻ പോകുന്നു എന്ന ആ ഒരു തീരുമാനം സിയു എടുക്കുന്നു. അതിന്റെ ഹെഡായി അവൻ ഡോങ്ങിനെ നിയമിക്കുകയും ചെയ്യുന്നു. കൂടാതെ കോ പാർട്ട്ണറായി ലൂവിന്റെ മകളായ വാങ്ങും കൂടുന്നുണ്ട്. അപ്പോഴേക്കും ഇത്രയും നാള് സിയുവിന്റെ പുറകെ നടന്നിരുന്ന വാങ്ങിന് അവനോടുള്ള താല്പര്യം മാറി ഡോങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവള് പിന്നീട് ഡോങ്ങിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈമെല്ലാം ഡോങ് ആണ് തന്റെ സോൾമേറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് അവനുമായി റിലേഷനിലാവുന്നു. അത്രയും നാള് അങ്ങനെ ഒരു ലവ് റിലേഷനിൽ പോയിട്ടില്ലാത്ത ഡോങ് പ്രണയം എന്ന ഇമോഷനേ ഇല്ലാത്ത റോബോട്ടുകളെ നിർമ്മിച്ച് അങ്ങനെ ഒരു പ്രണയം തനിക്ക് വേണ്ട എന്ന ഒരു ഡിസിഷൻ ലൈഫിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വാങ്ങുമായുള്ള ആ ഒരു കണക്ഷൻ അയാളുടെ ഉള്ളിലും പ്രണയം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഒന്നിക്കുന്ന അതേ ടീം തന്നെ ഓൾറെഡി ഒന്നിച്ചിരിക്കുന്ന സിയുവും ലെങ്ങും വളരെ ഹാപ്പി ആയി തന്നെയാണ് ഉള്ളത്. തന്റെ ലൈഫിലെ വലിയൊരു പ്രശ്നമായിരുന്ന ആ ഒരു മനുഷ്യർ തൊട്ടാൽ വരുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ എല്ലാം ഇപ്പോൾ സിയുവിന് മാറിയിരിക്കുന്നു. ഒപ്പം അവന്റെ മാതാപിതാക്കളുടെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താനും അവന് സാധിച്ചു. കൂടാതെ കമ്പനിയുടെ അധികാരവും അവനിപ്പോ താനാണ് ഏറ്റവും കേപ്പബിൾ ആയ ആളെന്നത് പ്രൂവ് ചെയ്ത് നിലനിർത്താനായും കഴിഞ്ഞു. അങ്ങനെ ലൈഫ് മുഴുവൻ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.